നമസ്കാരം. പേസ് എഡ്യൂക്കേഷന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും 10ാം ക്ലാസ്സിലെ എക്സാം ഒക്കെ അല്ലെ, മാത്സ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇരിക്കുമല്ലോ. ഇപ്പൊ എല്ലാവരും 10th മാത്സ് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നു അല്ലേ? നിങ്ങൾക്കിപ്പോ ഫോക്കസ് ഏരിയയുടെ അടിസ്ഥാനമാക്കിയല്ലേ നിങ്ങൾ എക്സാം കണ്ടക്ട് ചെയ്ത് ഈ സമയത്ത്. അപ്പോൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്താണ് നിങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ മാത്സ് നിങ്ങളിപ്പോ പഠിച്ചു കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് പോർഷൻസ് ഒക്കെ പഠിച്ച് കാണത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ +1 മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുപോലെ, കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ പഠിച്ച പോലെ അതേ ഒരു ഈസിനെസ്സിനോട് കൂടി നിങ്ങൾക്ക് ചിലപ്പോ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വളരെ സാവധാനത്തോടു കൂടി ബേസ് എല്ലാം പറഞ്ഞ് മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററുകൾ, അതായത് നമ്മുടെ +1 മാത്സ്, +1 മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റില് നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററുകൾ ആദ്യം ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററുകൾ ആകെ 16 എണ്ണമാണ്. ഓക്കെ, ആകെ 16 ചാപ്റ്ററുകളാണ് നമുക്ക് ഫസ്റ്റ് ഇയർ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ചാപ്റ്റർ നമ്പർ 1ന്റെ പേരാണ് സെറ്റ്സ്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് സെറ്റ്സ്. സെറ്റ്സ് എന്ന് പറഞ്ഞാൽ മലയാളം ഗണം എന്നാണ്. ഓക്കെ, അതേക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോ ഇത് വളരെ നേരത്തെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ട ചാപ്റ്റർ തന്നെ ആയിരുന്നു. നിങ്ങളുടെ സിലബസ് മാറിയതനുസരിച്ച് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ +1ലേക്ക് വന്ന ഒരു ചാപ്റ്റർ ആണ്. 10th പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ആക്ച്വലി ഒന്നാമത്തെ ചാപ്റ്റർ ആയ സെറ്റ്സ് ചാപ്റ്റർ. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഞാനിത് പറയാൻ കാരണമൊന്നുമില്ല, നിങ്ങൾ 10th പഠിച്ച ചാപ്റ്ററുകളുമായിട്ട് വലിയ ബന്ധമൊന്നും നമുക്ക് +1ൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇത് പറയാൻ കാരണം, നിങ്ങൾ 10ാം ക്ലാസ്സിൽ സാധാരണഗതിയിൽ ഹൈസ്കൂൾ ക്ലാസ്സിൽ 8, 9, 10 ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഡൗട്ടുള്ള അല്ലെങ്കിൽ ടഫായി തോന്നുന്ന സബ്ജക്ട്സുകളിൽ ഒന്നാണ് മാത്തമാറ്റിക്സ്. ശരിയല്ലേ? മിക്ക കുട്ടികളും പറയുന്ന സബ്ജക്റ്റാണ് മാത്സ്. ആക്ച്വലി ഫിസിക്സോ കെമിസ്ട്രിയേക്കാൾ സബ്ജക്റ്റുകൾ ടഫായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ് ആക്ച്വലി ഹൈസ്കൂൾ ലെവലിലെ മാത്തമാറ്റിക്സ്. അങ്ങനെ ആയിരിക്കും മിക്കവർക്കും. എന്നാൽ ഒരുപാട് പേർക്ക് അല്ലാതെ ഉള്ളവരും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാനത് പറയാൻ കാരണം, ഈ മാത്സിന്റെ പേടി കാരണം മാത്തമാറ്റിക്സ് പാടാണ്, ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ട് പല കുട്ടികളും +1 എത്തുമ്പോൾ സയൻസ് വിഷയങ്ങൾ എളുപ്പമാണെങ്കിൽ കൂടി, ഇപ്പോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെ വിഷയങ്ങളൊക്കെ നല്ല എളുപ്പമാണ്. പക്ഷെ മാത്സിനോടൊരു പേടി തോന്നുന്നത് കാരണം ചിലപ്പോൾ +1 എത്തുമ്പോൾ സയൻസ് എടുക്കണമോ എന്നൊരു ചിന്ത പലർക്കും ഉണ്ടാകാറുണ്ട്. ശരിയല്ലേ? അപ്പൊ ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് കാരണം എന്ന് പറഞ്ഞാല് +1 മാത്സ് വളരെ എളുപ്പമാണ്. നിങ്ങൾ മാത്സ് പഠിപ്പിച്ചു തുടങ്ങുന്നതുകൊണ്ട് വെറുതെ പറയുന്നതല്ല. +1 മാത്സ് വളരെ എളുപ്പമാണ് പഠിക്കാൻ. 10th നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു 2-3 ചാപ്റ്ററുകളുടെ കണ്ടിന്യൂവേഷൻ തുടർച്ചയായിട്ട് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങൾ പഠിച്ച ഒരു മെയിൻ ചാപ്റ്റർ ത്രികോണമിതി എന്നൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ചാപ്റ്ററിന്റെ ബാലൻസ് പഠിക്കാനുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ബ്രാഞ്ച് ആണ് ട്രിഗോണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി. അതിന്റെ ബാലൻസ് പഠിക്കാനുണ്ട്. ഇപ്പൊ അഥവാ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ബുദ്ധിമുട്ടാണെങ്കിൽ കൂടിയും ഈസി ആയിട്ട് അതിന്റെ ബേസ് എനിക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ല 10th അതേ കാര്യങ്ങൾ എന്നൊന്നും പഠിക്കാൻ, അതിന്റെ ബാലൻസ് എന്നൊന്നുമല്ല, നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ടുള്ളതാണ് പഠിക്കുന്നത്. അല്ല 10th പഠിച്ച കാര്യങ്ങൾ അറിഞ്ഞുണ്ടെങ്കിൽ കൂടിയും ബേസ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രി ഫങ്ഷൻസും ഒന്ന് പരിചയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് ട്രിഗണോമെട്രി ചാപ്റ്ററിന്റെ ബാലൻസ് ആയിട്ട് പഠിക്കാനുണ്ട്. 2, നിങ്ങൾ പഠിച്ച ചാപ്റ്റർ അരിത്മാറ്റിക് സീക്വൻസ് ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? അരിത്മാറ്റിക് സീക്വൻസ് ആയിട്ട് പഠിച്ചില്ലേ നിങ്ങൾ? അതിന്റെ ബാലൻസ് പഠിക്കാം. നിങ്ങൾക്ക് അത് വളരെ സിമ്പിൾ. നിങ്ങൾ 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ അത്? അപ്പൊ അതിന്റെ ബാലൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ആക്ച്വലി +1. അത് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് അറിയാം. പാടുള്ള ചാപ്റ്റർ അല്ല ആക്ച്വലി. വേറൊരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾ പഠിച്ചൊരു ചാപ്റ്റർ ഉണ്ട്, ജോമെട്രി ആൻഡ് ആൾജിബ്ര. മലയാളം പറഞ്ഞാൽ ജാമിതിയും ബീജഗണിതവും. ഓർമ്മയില്ല ആ ചാപ്റ്റർ? അപ്പൊ ആ ഒരു ചാപ്റ്ററിന്റെയും ബാലൻസ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഏറ്റവും എളുപ്പമുള്ള, നമ്മൾ മാത്തമാറ്റിക്സിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓർമ്മയില്ലേ? സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവര കണക്കുന്ന ഒരു ചാപ്റ്റർ. അത് എല്ലാവർക്കും വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അതിന്റെ ബാലൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ വളരെ എളുപ്പമല്ലേ അത്? മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, പ്രോബബിലിറ്റി നമ്മൾ പറയും, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ.
ആ ചാപ്റ്ററിന്റെ ബാലൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ കുറച്ച് ചാപ്റ്ററുകൾ മാത്രമേ നമുക്ക് ബാലൻസ് ആയിട്ട് പഠിക്കാനുള്ളൂ. ബാക്കി മിക്ക ചാപ്റ്ററുകളും നമ്മൾ പുതുതായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൈസ്കൂൾ ലെവൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾ കുറച്ച് ബാക്കിലാണെങ്കിൽ കൂടിയും +1 നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുവാണല്ലോ, ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇനി മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് +1 മുതൽ മാത്സ് എളുപ്പമായി തീരും. ഉറപ്പായിട്ടും എളുപ്പമായി തീരും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ചാപ്റ്ററിന്റെ പേരുകൾ ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ ചാപ്റ്റർ സെറ്റ്സ് എന്ന ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇതൊക്കെ പുതിയ ചാപ്റ്ററുകളാണ്, നിങ്ങൾക്ക് ഈസി ആയി പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ പറ്റും. 3 നിങ്ങൾ പഠിച്ച ട്രിഗണോമെട്രിയുടെ ബാലൻസ് ആണ്. 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാത്തൊരു പുതിയ ചാപ്റ്റർ ആണ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. 5th ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ചാപ്റ്റർ പഠിച്ച ഓർമ്മയില്ല എല്ലാവർക്കും? 2ാം കൃതി സമവാക്യങ്ങൾ. ആ ചാപ്റ്ററിന്റെ ബാലൻസ് ആണോ എന്ന് ഞാൻ പറയുന്നില്ല, അതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. വളരെ ഈസി ആയ ഒരു ചാപ്റ്റർ ആണ്. 5th ചാപ്റ്റർ കോംപ്ലക്സ് നമ്പർ പറഞ്ഞു. 6th ഇനീക്വാലിറ്റി ഗ്രാഫ് ആണ്, വളരെ ഈസിയാണ്. അങ്ങനെയുള്ള മിക്ക ചാപ്റ്റർ ഞാൻ സീക്വൻസ് ആൻഡ് സീരീസ് നിങ്ങൾ 10th പഠിച്ച അരിത്മെറ്റിക് സീക്വൻസിന്റെ ബാലൻസ് ആണ്. പിന്നെ സ്ട്രെയിറ്റ് ലൈൻസ്, അതാണ് നിങ്ങൾ പഠിച്ച ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററിന്റെ ബാലൻസ്. ബാക്കിയുള്ള മിക്ക ചാപ്റ്ററുകളും ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്ററുകളും പുതിയ ചാപ്റ്ററുകളാണ്. ഓക്കെ ആണോ? സോ ഞാൻ ഇത് ഇത്രയും ഇൻട്രൊഡക്ഷൻ പറയാൻ കാരണം, നിങ്ങൾ ഹൈസ്കൂളിൽ മാത്തമാറ്റിക്സ് പേടിയുള്ളവരാണ്, ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പേടി വേണ്ട പ്രശ്നം പഠിക്കാൻ. നിങ്ങൾ കുറച്ച് ട്രിഗണോമെട്രി മാത്രം ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ബേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാൻ സാധിക്കും. ബാക്കി എല്ലാം അല്ലെങ്കിൽ മിക്കതും പുതിയ ചാപ്റ്ററുകളാണ്, ഈസി ആയി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു, ചാപ്റ്റർ നമ്പർ 1. ചാപ്റ്ററിന്റെ പേര് എന്താണ്? സെറ്റ്സ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. ചാപ്റ്റർ നമ്പർ 1 സെറ്റ്സ് എന്ന ചാപ്റ്ററോട് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്നാമത്തെ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ ചാപ്റ്ററിന്റെ പേര് പറഞ്ഞു, സെറ്റ്സ്. SETS, സെറ്റ്സ് എന്നാണ് പേര്. എന്താണ് സെറ്റ് എന്ന വാക്കിന്റെ അർത്ഥം, മീനിങ്? ഓക്കെ, സെറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാൽ? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ ആണ്. നമ്മൾ എല്ലാവരും അറിയാവുന്ന ഒരു വാക്കാണ് ഒബ്ജക്റ്റ്. നമ്മൾ ഒബ്ജക്റ്റ്, വസ്തുക്കൾ. സാധാരണ മാത്തമാറ്റിക്സിൽ നമ്മൾ നമ്പേഴ്സ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്പേഴ്സ്, ഗ്രാഫുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാത്സിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഫിഗറുകളൊക്കെയാണ്. എന്നാൽ ഈ ചാപ്റ്ററിൽ ഞാൻ ഈ ചാപ്റ്റർ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സെറ്റ്സ് എന്ന ചാപ്റ്റർ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയ ഒബ്ജക്റ്റുകളുടെ എന്താണ്? കളക്ഷൻ ആണ്. ഒബ്ജക്റ്റ്, വസ്തുക്കൾ. അപ്പൊ ഈ ചാപ്റ്ററിന് പ്രത്യേകത ഉണ്ട്. എന്ത് കാര്യവും ഈ ലോകത്തുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏത് കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, അല്ല റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷെ പ്രത്യേകത കൊണ്ട് എന്താണ്? വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. എന്താണ് വെൽ ഡിഫൈൻഡ്? വെൽ ഡിഫൈൻഡ്, വ്യക്തമായി ഡിഫൈൻ ചെയ്ത് നിർവചിച്ചു വച്ചേക്കുന്നത്. വ്യക്തമായ ആൻസർ, കോൺസ്റ്റന്റ് ആയ ആൻസർ, വേരി ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തമായ ആൻസർ ആയിരിക്കണം. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എല്ലാവർക്കും ആ ഒറ്റ ആൻസറെ പറയാൻ പറ്റൂ, മാറ്റി പറയാൻ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, അതാണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ആൻസേഴ്സ്. അപ്പൊ ഈ ചാപ്റ്റർ ഡെഫിനിഷൻ ആണ് സെറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ദ വേർഡ് സെറ്റ്? സെറ്റ് മീൻസ് കളക്ഷൻ. കളക്ഷൻ എന്താ? കൂട്ടം. എന്തിന്റെ കൂട്ടം? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ കൂട്ടം. വ്യക്തമായി നിർവചിച്ച് വച്ചേക്കുന്ന കുറെ ഒബ്ജക്റ്റുകൾ, വസ്തുക്കൾ, ഇവരുടെ കൂട്ടത്തെ വിളിക്കുന്ന ഒറ്റ വാക്കാണ് ഡെഫിനിഷൻ. ആണ് എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ വേർഡ്സിൽ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. +1 മാത്തമാറ്റിക്സിന്റെ പ്രത്യേകതയുണ്ട്. കുറച്ച്, അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച മാത്സിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് കുറച്ചുകൂടെ തിയറിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. തിയറി കൂടെ മനസ്സിലാക്കണം നമ്മൾ ഇനി മുതൽ കേട്ടോ. നമ്മൾ തിയറി കുറച്ച്, നിങ്ങൾ ഇത്രയും നാളും പ്രോബ്ലം, എല്ലാ ചാപ്റ്ററിന്റെയും കാര്യം പറഞ്ഞ ഉടനെ പ്രോബ്ലംസ് നമ്മൾ പോവുകയാണ് 10ാം ക്ലാസ് വരെ, ഹൈസ്കൂൾ ക്ലാസ്സുകളെല്ലാം. എന്നാൽ +1 നമുക്ക് എന്തോ തിയറിക്ക് കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. തിയറി കൂടെ മനസ്സിലാക്കണം.
അപ്പൊ ഒരു ചാപ്റ്റർ മനസ്സിലാക്കണമെങ്കിൽ തിയറി അറിയണം നമ്മൾ. ഇപ്പൊ എന്താണ് സെറ്റ് എന്ന് ഞാൻ ആദ്യം ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയ, വ്യക്തമായി നിർവചിച്ച് വച്ചേക്കുന്ന കുറെ വസ്തുക്കളുടെ കൂട്ടം. ഒബ്ജക്ട്സ് മീൻസ് വസ്തുക്കൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞു തരാം. അപ്പൊ ഇപ്പം സെറ്റിന്റെ ഡെഫിനിഷൻ മാത്രം ഒന്ന് കേട്ടിരുന്നാൽ മതി. സെറ്റുകളെ നമ്മൾ സാധാരണയായി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഉണ്ട്. ആ സിമ്പിൾ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് സെറ്റിന്റെ ഓപ്പൺ സിമ്പിൾ. ഓക്കെ ആണോ? ഇതാണ് സെറ്റിന്റെ ഓപ്പൺ സിമ്പിൾ. ഇതാണ് സെറ്റിന്റെ ക്ലോസ്ഡ് സിമ്പിൾ. ഇതാണ് സെറ്റിന്റെ സിമ്പിൾ. നമ്മൾ പറയുന്നു എന്താണ് സെറ്റ്? A set is a well-defined collection of objects. സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറെ ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ ആണ്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. അപ്പൊ സെറ്റിന്റെ ഓപ്പൺ സിമ്പിളും ക്ലോസ് സിമ്പിളും ഞാൻ പറഞ്ഞു. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് സെറ്റ്സ് ഈസ് യൂഷ്വലി റെപ്രസെന്റഡ് ബൈ. സെറ്റുകളെ നമ്മൾ സാധാരണയായി റെപ്രസെന്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്ററുകൾ ഉപയോഗിച്ചാണ്. നമ്മൾ ഈ സെറ്റിന്റെ സിമ്പിൾ ഇട്ടാൽ അതിനെപ്പോഴും പേര് കൊടുക്കണം. ആ പേരെല്ലായ്പ്പോഴും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ കൊടുക്കാവൂ. ഓക്കെ ആണോ? ഞാൻ ക്യാപിറ്റൽ A സെറ്റ് എന്ന് എഴുതി വെച്ചു. അപ്പൊ ഈ സെറ്റിനകത്ത് എന്ത് എഴുതിയാലും അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയണം. ഓക്കെ ആണല്ലോ? ആ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളോട് കിടക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു എന്താണ് സെറ്റ്. ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ നമ്പർ 1 സെറ്റ്സ്. എന്താണ് സെറ്റിന്റെ ഡെഫിനിഷൻ? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, വ്യക്തമായി നിർവചിച്ച് വച്ചേക്കുന്ന, വ്യക്തമായ ആൻസറുകളുടെ ഒരു കൂട്ടം, ഒരു കളക്ഷൻ. സെറ്റിന്റെ സിമ്പിൾ ഞാൻ രണ്ടാമതായി ഇതാണ് സെറ്റിന്റെ ഓപ്പൺ സിമ്പിൾ. ഇതാണ് സെറ്റിന്റെ ക്ലോസ്ഡ് സിമ്പിൾ. പിന്നെ പറഞ്ഞത് സെറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്ററുകൾ ഉപയോഗിച്ചാണ്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾക്ക് ഞാൻ ഈ വേർഡ്സിൽ പറഞ്ഞ തിയറി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ എക്സാമ്പിൾസ് പറയണം. ഓക്കെ, പിന്നെ എക്സാമ്പിൾസോട് പോവാം. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ മനസ്സിലാക്കണമെങ്കിൽ എക്സാമ്പിൾസ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. കാര്യം ഇത് തിയറി ബേസ്ഡ് ആണ് ചാപ്റ്റർ സ്റ്റാർട്ടിങ്. സോ നമുക്ക് എക്സാമ്പിൾസോട് കിടക്കാം. അതെ, ഫസ്റ്റ് ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ് ജസ്റ്റിഫൈ യുവർ ആൻസർ. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് സെറ്റുകൾ അല്ലെങ്കിൽ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത്? ജസ്റ്റിഫൈ, നിങ്ങൾ ആ ആൻസർ ജസ്റ്റിഫൈ ചെയ്ത് പറയണം. കറക്റ്റ് ആയിട്ട് റീസൺ കൂടെ പറയണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഓരോന്നായി പറയാം. നമ്പർ 1, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The collection of all the months of a year beginning with the letter J. നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ കാണാമല്ലോ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? The collection of all the months of a year beginning with the letter J. J എന്ന ലെറ്റർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന, ബിഗിൻ ചെയ്യുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് എല്ലാവർക്കും അറിഞ്ഞൂടെ? ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാലോ. ആൻസർ ഈസ് ജനുവരി അല്ലേ? ജാനുവരി ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്. ശരിയല്ലേ? ഇത് വെൽ ഡിഫൈൻഡ് ആണോ? ഞാൻ പറഞ്ഞില്ല. എന്താണ് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ? വെൽ ഡിഫൈൻഡ്, വ്യക്തമായി നിർവഹിച്ച് വെച്ചേക്കുന്നത്. എന്റെ ചോദ്യം, സിമ്പിൾ ആയിട്ട് ചോദ്യം നിങ്ങൾ ചോദിക്കുന്നു, ഈ ആൻസർ മാറുമോ? എന്നുവെച്ചാൽ ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുതിയൊരു മാസം ഇനി ഉണ്ടായി വരുമോ? അല്ലെ? അല്ലെങ്കിൽ ഇതെങ്കിലും മാസം ഇല്ലാതായി പോകും? ഇതെപ്പോഴും കോൺസ്റ്റന്റ് അല്ലേ? സ്ഥിരമല്ലേ? എല്ലായിടത്തും സെയിം ആയ ഒരു ആൻസർ അല്ലേ? എല്ലാവർക്കും ഒറ്റ അഭിപ്രായമുള്ള ആൻസർ അല്ലേ? അതാണ് വെൽ ഡിഫൈൻഡ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞാൽ മതി. This is a well defined statement. എന്താകുന്നു? ഒരു വെൽ ഡിഫൈൻഡ് ആയ സ്റ്റേറ്റ്മെന്റ് ആകുന്നു. Therefore it can be represented by using sets. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് നമുക്ക് ഇതിനെ സെറ്റിൽ, സെറ്റ് എന്ന് പറയുന്ന ഈ സിമ്പലിൽ ഇട്ട് വയ്ക്കാൻ സാധിക്കും. ഒന്നും കൂടെ പറയാം. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അത് വെൽ ഡിഫൈൻഡ് ആണോ അല്ലെന്ന് ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കണം. എന്നിട്ട് മാത്രമേ ഈ ചാപ്റ്ററോട് കടക്കാൻ സാധിക്കൂ നമുക്ക്. എന്താണ് പറഞ്ഞത്? ചാപ്റ്ററിന്റെ പേര് സെറ്റ്സ് എന്നാണ്. എന്താണ് ഡെഫിനിഷൻ? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയ ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ ആണ്. ഞാൻ പറഞ്ഞു വെൽ ഡിഫൈൻഡ് മീൻസ് വ്യക്തമായി നിർവചിച്ച് വച്ചേക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ സെറ്റിന്റെ സിമ്പിൾ എന്താണ്? ഞാൻ സെറ്റിന്റെ സിമ്പിൾ നമുക്ക് ഈ സെറ്റിന്റെ സിമ്പിൾ ഇട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റിന്റെ സിമ്പിൾ ഇങ്ങനെ എഴുതി കാണിക്കാം. ഇതാണ് സെറ്റിന്റെ സിമ്പിൾ.
മനസ്സിലായോ? ഇപ്പൊ വേണമെങ്കിൽ പേരാണ് ജനുവരി, ഞാൻ ചുരുക്കിയിടും JAN, ജൂൺ, ജൂലൈ, ഇങ്ങനെ എഴുതിയാൽ മതി. ഒരു പേര് ക്യാപിറ്റൽ A സെറ്റ് കൊടുക്കാം. ഈ ആൻസർ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ചോദിക്കലേ ഉള്ളൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി, കാരണം ഇവിടെ പറയണം. അത്രേ ഉള്ളൂ. അല്ലാതെ ആൻസർ കാണുന്നത് നിർബന്ധമൊന്നുമില്ല. സെറ്റിന്റെ സിമ്പിൾ എന്ന് പഠിച്ചേക്കണം. നിങ്ങൾ ആദ്യമായിട്ടൊരു സിമ്പിൾ ഈ ഒരു സിമ്പിൾ കാണുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് പഠിക്കുക. സിമ്പിൾ ഇതാണ് സെറ്റിന്റെ ഓപ്പൺ സിമ്പിൾ, ഇതാണ് സെറ്റിന്റെ ക്ലോസ്ഡ് സിമ്പിൾ. ഇതിനകത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും കോമ ഇട്ട് എഴുതാൻ സാധിക്കും, പക്ഷെ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ആ എക്സാമ്പിൾ മനസ്സിലായോ? ഫസ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു? ദ കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ J. എന്ന ലെറ്ററിൽ ബിഗിൻ ചെയ്യുന്ന, സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങളുടെ കളക്ഷൻ, കൂട്ടം സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുമോ? കഴിയും. എന്താ കാരണം? ദിസ് ഈസ് എ വെൽ ഡിഫൈൻഡ് സ്റ്റേറ്റ്മെന്റ്. അതൊരു വെൽ ഡിഫൈൻഡ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലേ? വെൽ ഡിഫൈൻഡ് പറയാൻ കാര്യം ഒരിക്കലും ചേഞ്ച് ആവത്തില്ല, മാറത്തില്ല. ഓക്കെ, അപ്പൊ ദിസ് ഈസ് എ ആൻസർ പറഞ്ഞാൽ മതി, ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് വൺ, അല്ലെങ്കിൽ ദിസ് ഈസ് എ വെൽ ഡിഫൈൻഡ് സ്റ്റേറ്റ്മെന്റ്. എക്സാം ചോദിക്കില്ല, നമ്മൾ ഈ ചാപ്റ്ററോട് മനസ്സിലാക്കാൻ കടക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. This is a well-defined statement. Therefore, it can be represented by using sets. Sets ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണോ? അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് പറയാം. നമുക്ക് നമ്പർ 2 സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയാം. The collection of 10 most talented writers of India. The collection of 10 most talented writers of. അതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും മികച്ച കഴിവുള്ള, മോസ്റ്റ് ടാലന്റഡ് ഏറ്റവും മികച്ച കഴിവുള്ള 10 റൈറ്റേഴ്സ്, എഴുത്തുകാര്, ശരിയല്ലേ, സാഹിത്യകാരന്മാര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും മികച്ച കഴിവുള്ള, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 10 റൈറ്റേഴ്സിന്റെ പേര് നിങ്ങളിപ്പോ ഒരു ക്ലാസ് റൂമിൽ ഞാൻ നിങ്ങളെ ഇരുന്ന് പഠിപ്പിക്കുകയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഒന്ന് എഴുതി തരാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന, ഏറ്റവും നല്ല കഴിവുണ്ടെന്ന് തോന്നുന്ന 10 റൈറ്റേഴ്സിന്റെ പേര് ഞാൻ എഴുതി തരാൻ ആവശ്യപ്പെട്ടാൽ, ആ ക്ലാസ്സിലിരിക്കുന്ന എത്ര പേരായാലും അവരെല്ലാവരും എഴുതി തരുന്ന 10 ആൾക്കാർ, 10 റൈറ്റേഴ്സ് സെയിം ആയിരിക്കുമോ? ഒരേപോലെ, ഒരേ ആൾക്കാർ തന്നെ ആയിരിക്കുമോ? ആർ യു ഷുവർ? അത് ഉറപ്പാണോ? ഒരിക്കലും അറിയത്തില്ല, അല്ലേ? എന്തുകൊണ്ടായിരിക്കത്തില്ല? നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പറയാൻ ശ്രമിക്കണം, ഇംഗ്ലീഷ് സെക്ഷന്റെ ഇൻട്രോഡക്ഷൻ മനസ്സിലാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? സിമ്പിൾ റീസൺ. ടാലന്റ്, കഴിവ് ഒരു വെൽ ഡിഫൈൻഡ് ആയ ക്വാണ്ടിറ്റി അല്ല, റീസൺ. ഇപ്പൊ എനിക്ക് ഒരു ടാലന്റ് ഉണ്ട്, ഒരു കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് നല്ല ടാലന്റ് ആണെന്ന്. ഓക്കെ, ആ ടാലന്റ് പല രീതിയിലാണ് ടാലന്റ് എടുക്കുന്നത് നമ്മൾ. ഇപ്പൊ കുട്ടിക്ക് വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാർ കാണും, നല്ലപോലെ പഠിക്കാൻ കഴിവുള്ള ആൾക്കാർ കാണും, നല്ലപോലെ ഗെയിംസിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ കാണും. പല രീതിയിലല്ലേ ടാലന്റ് വരുന്നത്, അല്ലേ? അപ്പൊ ടാലന്റ് പല രീതിയിലാണ്. ഒരിക്കലും നമുക്ക് ടാലന്റ്, കഴിവ് അളക്കാൻ പറ്റത്തില്ല. പലർക്കും പല രീതിയിലാണ് അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നത്. സോ ടാലന്റ് ഒരു വെൽ ഡിഫൈൻഡ് ആയ കാര്യമല്ല, ശരിയല്ലേ? നമ്മൾ ഇത്രയും പറഞ്ഞാൽ മതി. ദിസ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇത് എന്തല്ല? വെൽ ഡിഫൈൻഡ് ആയ സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പൊ എന്ത് പറയാം? ഇറ്റ് കനോട്ട് ബി റെപ്രസെന്റഡ് ബൈ യൂസിങ് സെറ്റ്സ്. അപ്പൊ നമുക്ക് സെറ്റ് ഉപയോഗിച്ച് സെറ്റിന്റെ ആ സിമ്പിളിനകത്ത് ഈ പറഞ്ഞ കാര്യത്തെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം സെറ്റിന്റെ ഡെഫിനിഷൻ ഞാൻ പഠിപ്പിച്ചിരുന്നു. എന്താണ് സെറ്റ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏത് കാര്യം, ഒബ്ജക്ട്, നമ്മൾ മാത്തമാറ്റിക്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്പേഴ്സോ ചില കാര്യങ്ങളോ മാത്രം ആണ് സാധാരണ പറയുന്നത്. പക്ഷെ ഈ ചാപ്റ്ററിൽ ഏത് കാര്യവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെറ്റിന്റെ സിമ്പിളിനകത്ത് ഉൾപ്പെടുത്താം, പക്ഷെ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. എന്താ റീസൺ? നോട്ട് എ വെൽ ഡിഫൈൻഡ് വൺ. ഇതൊരു വെൽ ഡിഫൈൻഡ് ആയ ക്വസ്റ്റ്യൻ അല്ല, വെൽ ഡിഫൈൻഡ് ആയ സ്റ്റേറ്റ്മെന്റ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ പോകാം. നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞത് നമ്മൾ ചാപ്റ്റർ തുടങ്ങി വെച്ചതേ ഉള്ളൂ, അല്ലേ? ചാപ്റ്റർ സെറ്റ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു, സെറ്റിന്റെ സിമ്പിൾ ഞാൻ പറഞ്ഞു.
സെറ്റുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്ററുകൾ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഞാൻ പറഞ്ഞു എക്സാമ്പിൾസ് നമ്മൾ കേൾക്കണം. നമ്മൾ 2 എക്സാമ്പിൾസ് പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഒന്നാമത് പറഞ്ഞ എക്സാമ്പിൾ ദ കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ജെ എന്ന ലെറ്റർ ഉപയോഗിച്ച് ബിഗിൻ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങൾ എല്ലാവർക്കും അറിയാം. അത് വെൽ ഡിഫൈൻഡ്, ഒരിക്കലും മാറത്തില്ല, അത് കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് എ വെൽ ഡിഫൈൻഡ് വൺ. ദിസ് ഈസ് എ വെൽ ഡിഫൈൻഡ് സ്റ്റേറ്റ്മെന്റ്. Therefore, it can be represented by using set. ഇത് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല, നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് മനസ്സിലാക്കാനായിട്ട് എക്സാമ്പിൾസ് പറയുക. ഓക്കെ ആണല്ലോ? ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ കിട്ടും. നിങ്ങളുടെ NCERT നാഷണൽ കരിക്കുലം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെ. SCERT ടെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ ഇത് ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പൊ ഒന്നാമത്തെ ഈ എക്സർസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനോട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളായിരുന്നു. ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും മികച്ച കഴിവുള്ള 10 റൈറ്റേഴ്സ് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണോന്നില്ല. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ടാലന്റ് ഉള്ള റൈറ്റർ ആണ് എനിക്ക്. SK പൊറ്റക്കാട്. SK പൊറ്റക്കാട് എന്ന് പറഞ്ഞ ആൾ എന്താണ്, സഞ്ചാര സാഹിത്യമാണ് അല്ലെ, എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ വേറൊരാൾക്ക് വേറൊരു കാറ്റഗറി ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. അതൊന്നും വെൽ ഡിഫൈൻഡ് അല്ല, അത് പേഴ്സൺ ടു പേഴ്സൺ. പല ആൾക്കാരിലോട്ട് പോകുമ്പോൾ അത് എന്ത് ചെയ്യാം, വേരി ചെയ്യാം, മാറാം. അത് കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. മനസ്സിലായോ? സോ അത് വെൽ ഡിഫൈൻഡ് അല്ല. സോ നമ്പർ 3, തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. എന്താണ് ചോദ്യം? ഒരു ടീം ഉണ്ടാക്കുന്നു. എന്ത്? 11 പ്ലേയേഴ്സ്. നമുക്കറിയാം ക്രിക്കറ്റ്, ഫുട്ബോൾ പോലുള്ള ഗെയിമുകളിൽ 11 കളിക്കാരാണല്ലോ ഒരു ടീമിൽ. ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒരു ടീം ഉണ്ടാക്കണം. ആ ടീമിൽ 11 പ്ലേയേഴ്സ് ഉണ്ടാവണം. ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ, ലോകത്തിലെ ക്രിക്കറ്റ് കളിക്കുന്ന ലോകത്തിലെ രാജ്യങ്ങളിൽ നിന്നും ബെസ്റ്റായി തോന്നുന്ന 11 ബാറ്റ്സ്മാൻമാരെ സെലക്ട് ചെയ്തൊരു ടീം ഉണ്ടാക്കുന്നു. ഒരു ബെസ്റ്റ് ബാറ്റ്സ്മാൻമാരുടെ ടീം ഉണ്ടാക്കിയാൽ ഈ പറഞ്ഞ കാര്യത്തെ നമ്മുടെ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. സ്വന്തമായിട്ട് പറയാൻ ശ്രമിക്കണമെങ്കിൽ ചാപ്റ്റർ മനസ്സിലാവും, ഇൻട്രൊഡക്ഷൻ മനസ്സിലാവും. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി. 11 ബെസ്റ്റ്, ഏറ്റവും മികച്ച എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ വരുന്ന 11 പേർ. ഓർഡർ ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പൊ ഞാൻ പറയുന്ന ആദ്യത്തെ ആള്, ഇപ്പൊ എക്സാമ്പിൾ സച്ചിൻ ടെണ്ടുൽക്കർ, ബ്രയൻ ലാറ, റിക്കി പോണ്ടിങ്, അലൻ ബോർഡർ, അങ്ങനെ പല പേരുകൾ, ബ്രാഡ്മാൻ പോലുള്ള പല നിങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ബെസ്റ്റ് ബാറ്റ്സ്മാൻമാർ നമുക്കറിയാം, കുറച്ച് പേരെ നമുക്കറിയാം. പക്ഷെ എന്റെ ചോദ്യം അതല്ല, എല്ലാ ആൾക്കാരും പറയുന്ന അഭിപ്രായങ്ങളെല്ലാം സെയിം ആയിരിക്കും ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ വേരി ചെയ്യാം, മാറാം അല്ലെ, പേഴ്സൺ ടു പേഴ്സൺ. അവിടെ നമ്പർ 1 ഞാൻ പറഞ്ഞ ഒന്നാമത്തെ എക്സാമ്പിൾ, ഞാൻ പറയുന്ന ഒന്നാമത്തെ ആൾ സച്ചിനാണ്, മറ്റേ ആൾ വേറൊരാൾ പറയുന്ന ഒന്നാമത്തെ ആളും സച്ചിനാവണം എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ 11 പേരും സെയിം ആവണം. എല്ലാ ആൾക്കാരും പറയാൻ പോകുന്ന 11 പേരും എക്സാക്ട് ആയിട്ട് ഒരേ ആൾക്കാർ തന്നെ ആകുന്ന ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇപ്പൊ ക്രിക്കറ്റ് എന്ന ഗെയിമും വളരെ പണ്ടേ ഉള്ള ഗെയിമാണ്. അന്ന് മുതൽ ഇന്ന് വരെ കളിക്കുന്ന ആൾക്കാരിൽ ബെസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അത് ആരെയും കുറ്റമല്ല. സോ വെൽ ഡിഫൈൻഡ് അല്ല. ബെസ്റ്റ് ടാലന്റ് എന്ന് പറയുന്നത് ഒരിക്കലും വെൽ ഡിഫൈൻഡ് ആയ ഒരു ക്വാണ്ടിറ്റി അല്ല, മാറ്റർ അല്ല. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി. ദിസ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇത് വെൽ ഡിഫൈൻഡ് ആയ സ്റ്റേറ്റ്മെന്റ് അല്ല. Therefore, it cannot be represented by using sets. നമുക്ക് സെറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കഴിയില്ല, റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? ഇത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ്. ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിന്റെ കളക്ഷൻ, ബോയ്സോ ഗേൾസോ ആകുന്ന ഒരു പ്രശ്നമല്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ, നിങ്ങൾ 10th-ലാണല്ലോ ഇപ്പൊ സ്കൂളിൽ പോയി. ആ സ്കൂളിൽ തന്നെ നിങ്ങൾ അധികം ക്ലാസ് പോയിട്ടില്ല എങ്കിലും നിങ്ങൾ സ്കൂളിൽ പഠിച്ച ക്ലാസ് റൂമിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആലോചിച്ച് നോക്കുക. നിങ്ങൾ പല ഡിവിഷൻസിൽ പഠിച്ച, ഇപ്പൊ A ഡിവിഷൻ കാണും, B ഡിവിഷൻ കാണും അല്ലെ, പല ഡിവിഷൻസിൽ പഠിച്ചവരായിരിക്കും നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഡിവിഷനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ക്ലാസ് റൂം, ആ ക്ലാസ് റൂമിലെ ആൺകുട്ടികളാവട്ടെ അല്ലെങ്കിൽ പെൺകുട്ടികളാവട്ടെ, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരോ ആവട്ടെ, അവരുടെ കൂട്ടം, അവരുടെ ആ കളക്ഷൻ എന്ന് പറയുന്ന സെറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുമോ
ഇല്ലയോ? ഇതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ പലപ്പോഴും രണ്ടു തരം ആൻസർ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കി ആൻസർ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അത് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം ദ കളക്ഷൻ ഓഫ് എന്തിന്റെ കളക്ഷൻ ആണ്? കൂട്ടം. എന്തിന്റെ കൂട്ടം? ഓൾ ബോയ്സ്, എല്ലാ ആൺകുട്ടികളും ഇൻ യുവർ ക്ലാസ്, നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള, നിങ്ങളുടെ ക്ലാസ്സിലുള്ള, നിങ്ങൾ 10th സ്കൂളിലെ ക്ലാസ് റൂം ആലോചിച്ച് നോക്കുക. അവിടെയുള്ള ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കൂട്ടം ഇത് സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുമോ? അവരുടെ പേരുകളല്ല, ആ ആൾക്കാരുടെ ഇപ്പൊ ഇത്ര പേരാണ്. ഇപ്പൊ ക്ലാസ്സിൽ ഒരു 50 പേരുണ്ടെങ്കിൽ 25 ആൺകുട്ടികളും 25 പെൺകുട്ടികളും. ആൺകുട്ടികൾ വെൽ ഡിഫൈൻഡ് ആണോ? ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കാം, ഒരു ക്ലാസ് റൂം വെൽ ഡിഫൈൻഡ് ആണോ? ഒരു ക്ലാസ് റൂം, നിങ്ങളുടെ ക്ലാസ് റൂം വെൽ ഡിഫൈൻഡ് ആണോ? ആക്ച്വലി അതിന്റെ ആൻസർ യെസ് എന്നാണ്, ആണെന്നാണ്. ബിക്കോസ് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് സ്കൂളിൽ ഒരു ക്ലാസ് ഇപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ഡിവിഷൻസ് മേക്ക് ചെയ്യുന്നത് സ്കൂളിൽ? ക്ലാസ് 10th A B C. ഇപ്പൊ ഡിവിഷൻസിലുള്ളവർ ഡിവിഷൻസിൽ തന്നെയല്ലേ എപ്പോഴും ഇരുന്ന് പഠിക്കേണ്ടത്? നിങ്ങൾക്ക് ഒന്ന് ബോറടിക്കുമ്പോൾ വിചാരിക്കാം വേണ്ട B പോയിരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാറിപ്പോയി ക്ലാസ് ചെയ്യാൻ പറ്റുമോ? എക്സെപ്ഷണൽ കേസ് ഒക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കാരണമൊക്കെ ബോധിപ്പിച്ച് ഇരിക്കാൻ വൈകുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ആക്ച്വൽ ഒരു പ്രോസസ്സിൽ പറ്റത്തില്ല. ക്ലാസ്സുകൾ വെൽ ഡിഫൈൻഡ് ആണ്. നമുക്ക് ഇപ്പോ 9th പഠിക്കുന്ന കുട്ടിക്ക് 10th പഠിക്കാൻ പറ്റുമോ? ഇല്ല. 10th ഓരോ ഡിവിഷൻ ഇപ്പൊ ആ ഡിവിഷൻ ഒരു ക്ലാസ് ടീച്ചർ ഉണ്ട് അല്ലെ. ആ ക്ലാസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ആ ആൺകുട്ടികൾ പെൺകുട്ടികൾ അവരുടെ ഫോൺ നമ്പർ അവരുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഫുള്ള് ആ ടീച്ചറിന്റെ അല്ലെങ്കിൽ ആ സ്കൂളിൽ സ്റ്റോറിന്റെ അവരെ കാണത്തില്ല. അപ്പൊ അത് വെൽ ഡിഫൈൻഡ് ആണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അത് ആൺകുട്ടികൾ എന്ന് പറഞ്ഞാലും പെൺകുട്ടികൾ എന്ന് പറഞ്ഞാലും മനസ്സിലായോ? അപ്പൊ എന്താണ്? അതൊരു വെൽ ഡിഫൈൻഡ് ആയ കാര്യം തന്നെയാണ്. ദിസ് ഈസ് എ വെൽ ഡിഫൈൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇതൊരു വെൽ ഡിഫൈൻഡ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. Therefore it can be, ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. യൂസിംഗ് സെറ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഇത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം നമുക്ക്. ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100ൽ ചെറുതായ നാച്ചുറൽ നമ്പറുകളുടെ കളക്ഷൻ. പ്യൂർ മാത്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല, ഈസിയാണ്. കാര്യം നാച്ചുറൽ നമ്പേഴ്സ്, 100ൽ ചെറുതായ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാവർക്കും അറിയാം അല്ലെ. നാച്ചുറൽ പറഞ്ഞാൽ 1, 2, 3 ഇങ്ങനെ എക്സെട്ര പോയി എവിടെ വന്ന് എന്ത് ചെയ്യും? 100ൽ ചെറുതല്ലേ 99 വരെ അല്ലേ. അത് വെൽ ഡിഫൈൻഡ് നാച്ചുറൽ നമ്പേഴ്സ് വെൽ ഡിഫൈൻഡ് അല്ലെന്ന് പറയാൻ സാധിക്കുമോ? എന്നിവിടെ നമ്മൾ പഠിച്ചതെല്ലാം വെറുതെ അല്ലേ? നമ്മൾ പഠിച്ചത് തെറ്റായി പോകത്തില്ലേ? വെൽ ഡിഫൈൻഡ് അല്ലേ അത്? നാച്ചുറൽ നമ്പേഴ്സ്, ഇന്റീരിയർ സിസ്റ്റംസ് എല്ലാം നമ്മളെ നമ്പർ സിസ്റ്റംസ് എല്ലാം വെൽ ഡിഫൈൻഡ്. അതൊന്നും ഇനി മാറ്റി പറയാൻ അതല്ല വെൽ ഡിഫൈൻഡ് അല്ലെന്ന് പറയാൻ പറ്റില്ല. വെൽ ഡിഫൈൻഡ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പറയില്ലേ എന്താണ് യൂണിവേഴ്സൽ ട്രൂത്തുകൾ എന്ന് പറയാറില്ലേ. നമ്മൾ സൂര്യൻ ഉദിക്കുന്നു എവിടെയാണ്? കിഴക്കാണ്. ഒരു ട്രൂത്താണ്. അതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ഒരു ട്രൂത്ത് ആയിട്ട് പഠിച്ചു വെച്ചേക്കുന്നത്. അതൊന്നും മാറ്റി പറയാൻ സാധിക്കില്ല. ഇതൊരു വെൽ ഡിഫൈൻഡ് ആയ കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനെ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. ഇപ്പൊ മുൻഷി പ്രേംചന്ദ് ഒരാളെ പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. ആക്ച്വലി അറിഞ്ഞുകൂടായിരിക്കും. ഇനി അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ, ഒന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാലോ അയാള് ഈ വ്യക്തിയെ കുറിച്ചും ആ വ്യക്തി എഴുതിയ അല്ലെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ അയാൾ എഴുതി വെച്ച ബുക്കുകൾ അല്ലെ എഴുതി വെച്ച നോവലുകൾ ഒക്കെ വെൽ ഡിഫൈൻഡ് ആണ്. അയാൾ എഴുതി വെച്ച കാര്യങ്ങൾ എത്ര ഒരു 5 ബുക്കോ 10 ബുക്കോ അല്ലെങ്കിൽ 10 കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ 10 ബുക്ക് ആയിരിക്കാം, നോവൽസ് ആയിരിക്കാം എഴുതി വെച്ചത്. നിങ്ങൾക്ക് അത് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ശരിയല്ലേ? വെൽ ഡിഫൈൻഡ് തന്നെയാണ്. അത് വെൽ ഡിഫൈൻഡ് ആയ കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യം നിങ്ങൾക്ക് പറയാനുള്ളത്. Next question, the collection of all even integers. The collection of all even integers. ഇന്റിജറുകളുടെ കളക്ഷൻ. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ. പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും എല്ലാവരും അതൊക്കെ വെൽ ഡിഫൈൻഡ് ആണ്. ഒരു മാറ്റവും ഇല്ല. ഓക്കെ അല്ലേ? ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ മനസ്സിലായി കാണും. വളരെ സിമ്പിൾ ആയ ചാപ്റ്റർ, പക്ഷെ തിയറി കുറച്ച് പറയണം എങ്കിലേ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ചാപ്റ്റർ ഒരു കുഴപ്പം. നിങ്ങൾ തിയറി മനസ്സിലാവണം ആദ്യം കേട്ടോ. മറ്റുള്ള നിങ്ങൾ ഇതുവരെ പഠിച്ചൊരു സ്റ്റൈലിലല്ല നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. +1 മാത്തമാറ്റിക്സ് ഒരുപാട് പ്രോബ്ലംസ് എഴുതി പഠിക്കുക ചെയ്യാനൊന്നുമില്ല. കുറച്ച് തിയറിയൊക്കെ ഇനി മനസ്സിലാക്കാറുണ്ട് മിക്ക ചാപ്റ്ററുകളിലും.
അപ്പൊ ശ്രദ്ധിച്ചിരുന്നാൽ വളരെ ഈസി ആയി പഠിക്കാൻ സാധിക്കും. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? സെറ്റ്സ് എന്നായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. എന്താണ് സെറ്റ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് ആയ, വ്യക്തമായി നിർവചിച്ച് വച്ചേക്കുന്ന കുറെ വസ്തുക്കളുടെ കൂട്ടമാണ് സെറ്റിന്റെ വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഞാൻ രണ്ടാമത് പറഞ്ഞു സെറ്റിന്റെ സിമ്പിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയില്ലേ സിമ്പിൾ? ആ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ്ഡ് ബ്രാക്കറ്റും എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ സെറ്റിന്റെ ഓപ്പൺ ബ്രാക്കറ്റ് ഇതാണ്, സെറ്റിന്റെ ഓപ്പൺ ബ്രാക്കറ്റ് ഇതാണ്, സെറ്റിന്റെ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഞാൻ പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞു സെറ്റുകളെ സാധാരണയായി ഡിനോട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്ററുകൾ ഉപയോഗിച്ചാണ്. സെറ്റുകളെ സാധാരണയായി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്ററുകൾ ഉപയോഗിച്ചാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് അല്ലേ? എന്നിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു സെഷനിലോട്ട് പോവാം, നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ, ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ അധികമൊന്നും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ സെറ്റ്സ് എന്താണെന്ന് പറഞ്ഞു അല്ലെ, സിമ്പിൾ പഠിപ്പിച്ചു. ദെൻ സെറ്റുകൾക്ക് പേര് കൊടുക്കുമ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്ററുകളെ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ, കുറച്ച് ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അടുത്ത നെക്സ്റ്റ് ഒരു സെഷൻ, നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് ബാലൻസ് കാര്യങ്ങളിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ തിയറി ഒന്ന് ക്ലാസ് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്റെ പേര് അനു എസ് നായർ എന്നാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ല. എന്റെ പേര് അനു എസ് നായർ എന്നാണ്. ഞാൻ പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് 10ാം ക്ലാസ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് +1 മാത്തമാറ്റിക്സ് വളരെ ഈസിയാണ്. ശ്രദ്ധിച്ച് പഠിച്ചാൽ വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് കേട്ടിരുന്നിട്ട് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് കിടക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ എൻഡ് ചെയ്യാം. ബൈ.